ഏകദേശം 1.5 വർഷത്തിന് ശേഷം ഇതാ നാട്ടിലേക്ക് പോകുമായിരുന്നു. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ പറഞ്ഞത്. ഇതിപ്പോൾ നാട്ടിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ അതിൻ്റെ ഷോപ്പിങ്ങിന് പോയതിൻ്റെ ഒരു വീഡിയോ ആണ്. നാട്ടിലേക്ക് പോയിട്ട് വന്നിട്ട് ഇപ്പോൾ 1 മാസമായി. പോയി തിരിച്ച് ഞങ്ങൾ എത്തി. പക്ഷേ എനിക്കിപ്പോഴാണ് ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിടാനുള്ള ടൈം കിട്ടിയത്. എഡിറ്റ് ചെയ്തിടുക എന്ന് പറഞ്ഞാൽ വോയിസ് കൊടുക്കാനുള്ള ടൈം കിട്ടിയത്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോസിലും, എനിക്ക് ഇങ്ങനെ എവിടെയെങ്കിലും പോകുമ്പോഴാണ് റെഡിയാവാനുള്ളൊരു അവസരം കിട്ടുന്നത്. പക്ഷെ എന്തായാലും ഇപ്പോൾ എന്നും റെഡിയാവാനുള്ളൊരു അവസരം കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് വഴിയെ പറഞ്ഞുതരാം. സ്കിൻ കെയർ കഴിഞ്ഞു. ചെറുതായിട്ട് നമുക്ക് കണ്ണെഴുതാം. എന്തായാലും സ്റ്റാർട്ടിങ് തന്നെ കൊള്ളാം. ആദ്യമായിട്ടാണ് ഒറ്റയിടല് ഇങ്ങനെ എനിക്ക് ഐലൈനറിൻ്റെ ലൈൻ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയത്. പിന്നെ എനിക്ക് ഏറ്റവും ഇടാൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ മസ്കാര കേട്ടോ. എനിക്ക് കുറച്ച് പേടിയാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, നമുക്ക് നമ്മളെ കോസ്മെറ്റിക്സിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ ഇത് നിന്നോട് ആരെങ്കിലും ചെയ്യാൻ പറഞ്ഞോ എന്ന കമൻറ്റ് ഞാൻ ഇവിടെ നിരോധിച്ചിരിക്കുന്നു. എനിവേ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഈ ഒരു ഔട്ട്ഫിറ്റ് ഒരു കോഫി ബ്രൗൺ കളർ ഗൗൺ ഞാൻ ഓൾറെഡി മുന്നേ എൻ്റെ വെഡിങ് ആനിവേഴ്സറിക്ക് സ്റ്റൈൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെയല്ല, ഞാനൊരു ഇന്നർ ഇട്ട് കൊടുത്തിട്ടാണ് സ്റ്റൈൽ ചെയ്തത്. പക്ഷെ ഇപ്രാവശ്യം എനിക്കൊരു ഇന്നർ ഒന്നും ഇടാനുള്ള മൂഡില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടൊരു കാർഡിഗൻ്റെ ഷ്രഗ് ഇട്ടിട്ടാണ് സ്റ്റൈൽ ചെയ്തിരിക്കുന്നത്. ബിക്കോസ് സമ്മർ സ്റ്റാർട്ട് ചെയ്ത് വരെയാണ്, ചെറിയൊരു ചൂടൊക്കെ ഉണ്ട്. അയ്യോ, വാങ്ങിയിട്ട് ഒരു പ്രാവശ്യം എന്തോ ഇട്ടിട്ടുള്ളൂ ഗൈസ്. ആദ്യം ഇഷ്ടപ്പെട്ടു. യൂഷ്വലി വർക്കിനൊന്നും ഇയറിങ്സ് ഇടാത്തത് കൊണ്ട് തന്നെ നല്ല പണി കിട്ടുന്നുണ്ട് ഗൈസ്. ഇടയ്ക്ക് ഇങ്ങനെ ഇയറിങ്സ് ഇടുമ്പോൾ കയറുന്നില്ല. ഈ 2 എണ്ണത്തിൽ എനിക്ക് ആദ്യം ഇട്ടതാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ നമ്മൾ എല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലോ ഇതുപോലെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ. അങ്ങനെ എൻ്റെ ഇവിടെ ഇറിറ്റേറ്റ് ചെയ്യാനുള്ള ആളാണ് എൻ്റെ ബാക്കിൽ കിടന്ന് തൊടുന്ന ആ കുഞ്ഞിപ്പുഴു. ഫൈനലി അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്നുള്ള പരിപാടീസ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഗൈസ്. എല്ലാ സ്ഥലത്തേക്കും നേരത്തെ കാലത്ത് എത്തുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്നും വളരെ ലേറ്റായിട്ട് തന്നെയാണ് ഇറങ്ങുന്നത്. ഏകദേശം ഒരു ഉച്ചയൊക്കെ ആയിട്ടുണ്ടാകും. കുഴപ്പമില്ല, എന്നാലും പ്ലാൻ ചെയ്ത സാധനങ്ങളൊക്കെ വാങ്ങാൻ മാത്രമുള്ള ടൈമൊക്കെ ഉണ്ട് എന്ന് മനസ്സിലുണ്ട് കേട്ടോ. പിന്നെ ഇതാ നേരെ ട്രെയിൻ എടുത്ത് നമ്മൾ ഇന്ന് ഓട്ടുമോളിലേക്കാണ് പോകുന്നത്, ഗ്രീൻവിച്ചിലുള്ള ഓട്ടുമോളിലേക്ക്. സോ ആദ്യം നമുക്ക് കുറച്ച് ഷൂസ് വാങ്ങാനുണ്ട്. ഓക്കെ, ഷൂസ്. അപ്പോൾ നൈക്കിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇതാ ഓട്ടോമാളിൽ നമ്മൾ കയറുമ്പോൾ തന്നെ ഇങ്ങനെ ഗെയിം പാഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോ? ഇവിടെ UK ലണ്ടനിലുള്ളവരാണെങ്കിൽ ചിലപ്പോൾ ട്രൈ ചെയ്തിട്ടുണ്ടാകും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അങ്ങനെ ഒരു പ്രാവശ്യം എനിക്ക് അങ്ങോട്ട് പോകാനുള്ള അവസരം കിട്ടിയിട്ടുള്ളൂ. പിന്നെ ടൈം കിട്ടിയിട്ടില്ല. പിന്നെ ഇങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത് വല്ല ആവശ്യങ്ങൾക്കും. അല്ലാണ്ട് വെറുതെ വരുന്ന സമയത്ത് ഞാൻ ഉണ്ടാവാറില്ല അവരുടെ കൂടെ. ഇവർ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് ഗെയിമൊക്കെ കളിക്കാൻ പറ്റും. അത് അവരെ പ്രൊമോഷനോ അങ്ങനെ എന്തോ ആണ് തോന്നുന്നു. ഞാൻ മുന്നൊരു വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് മിറർ സെൽഫീസും ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് പ്രഹസനങ്ങളൊക്കെ കാട്ടി ഞങ്ങൾ നൈക്കിൽ കയറി. ഈ പിടിച്ച് നിൽക്കണ കണ്ടു കഴിഞ്ഞാൽ ഈ 2 ഷൂവും ഞാൻ അങ്ങ് എടുത്തു എന്ന് തോന്നും. പക്ഷേ ഇല്ല, എനിക്ക് ഈ മുകളിലത്തെയാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. പിന്നെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് പൂക്കിയായി പോവുമോ, ഒരു ചെയിനൊക്കെ തൂക്കിയിട്ടിട്ടെന്ന് തോന്നി. അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ താഴെയുള്ള 2ാമത്തെ ഷൂ ആണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്ക് വൈറ്റ് എടുക്കാനായിരുന്നു താല്പര്യം കേട്ടോ, കാരണം എനിക്ക് വൈറ്റ് ഷൂ ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്കിങ്ങനെ കളർഫുൾ എടുക്കുന്നതിനേക്കാളും ഇപ്പം എന്തോ വൈറ്റിനോടൊരു താല്പര്യം. അപ്പം ഞാൻ വൈറ്റ് എടുക്കാമെന്ന് കരുതി. ഷെഫിക്ക് പിന്നെ ഡാർക്ക് കളർ എടുക്കാൻ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ബ്ലാക്കും ആഷും വരുന്ന പോലത്തെ ഒരു ടൈപ്പ് എടുത്തു. പിന്നെ അതിൻ്റെ തന്നെ ഒരു സെയിം കളറ് നമ്മൾ ഷാനൂനും എടുത്തു, അതായത് എൻ്റെ ബ്രദറിനിലൊക്കെ. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ സിസ്റ്ററിനൊരു ഷൂ എടുക്കാമെന്ന് കരുതി വിളിച്ചപ്പോൾ ആൾക്ക് ഷൂവിനോട് താല്പര്യമില്ല. ഇവിടെ ചൂടാണ്, ഷൂ ഒക്കെ നീ ഇട്ട് നടന്നോന്നാണ് എന്നോട് പറയണത്. അപ്പോൾ ശരി, ഓക്കെ എന്നാൽ അവൾക്ക് വേണ്ടാന്ന് കരുതി ഞങ്ങൾക്ക് 3 പേർക്കുള്ള ഷൂ എടുത്തു. പിന്നെ വേറെ ഷൂ എടുത്ത് കൊടുക്കാൻ അവിടെ ആരുമില്ല ഗൈസ്. നേരത്തെ എൻ്റെ മുഖത്ത് കണ്ട മ്ലാനത വേറൊന്നുമല്ല ഗൈസ്, നോമ്പിൻ്റെ ക്ഷീണമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. അപ്പോൾ തന്നെ സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൂ. ഷെഫിക് മോൻ പറയുന്നുണ്ട് പോക്കറ്റിൻ്റെ വെയിറ്റ് കുറഞ്ഞു തുടങ്ങിയെന്ന്. എനിവേ ഞാനത് മൈൻഡാക്കാൻ നിന്നില്ല. അടുത്ത് നമ്മളെ മമ്മിമാർക്കുള്ള ബാഗ് വാങ്ങാനായിട്ട് ഡ്യൂൺ ലണ്ടനിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഈ ഡ്യൂൺ ലണ്ടൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ കണ്ടിരുന്നു. ദുബായിലുള്ള ഒരു ഡ്യൂൺ ലണ്ടനെ കുറിച്ചാണ് കണ്ടത്. ഇപ്പോൾ കുറച്ച് കളക്ഷൻസ് ഉണ്ട് എന്നൊക്കെ ഞാൻ കേട്ടു. അങ്ങനെ ഞാൻ നേരെ ഡ്യൂൺ ലണ്ടനിലേക്ക് പോയി. നല്ല രസമുണ്ടായിരുന്നു. നല്ല വെറൈറ്റി ടൈപ്സ് ഓഫ് ബാഗ്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ അടുത്തുള്ള വേറെ ബാഗ് ഷോപ്പുകളിലും കയറി. അവിടെ അടിപൊളിയായിരുന്നു. പക്ഷേ എനിക്ക് ഇതും ഈ 2ാമത് കാണിക്കുന്ന
ഇതല്ല കേട്ടോ, സോറി, ഇത് രണ്ടും സെയിം പാറ്റേൺ ആണ്, കളർ ഡിഫറൻസ് ഉള്ളൂ. ഈ ഒരു പാറ്റേണും പിന്നെ ഞങ്ങൾ ഈ രണ്ടാമത് കാണിച്ച ഈ ഒരു ബാഗുമാണ് ഇഷ്ടമായത്. അപ്പോൾ നിങ്ങൾ ഗസ് ചെയ്തോ ഞങ്ങളിതിൽ ഏതാ വാങ്ങിയത് കേട്ടോ. അങ്ങനെ എന്തായാലും രണ്ടുപേർക്കും ഒരേപോലത്തെ ബാഗാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് നേരെ താഴത്തോട്ട് ഇറങ്ങി പുറത്തേക്ക് പോകാനുള്ള മൈൻഡോടെയാണ് ഇറങ്ങിയത്. അപ്പോൾ ഇതേ താഴെ കുറച്ച് കുട്ടികൾക്കുള്ള ഫണ്ണായിട്ടുള്ള കാര്യങ്ങൾ കണ്ടു. എന്നോട് ഷെഫിക്ക് അത് നിനക്കുള്ളതല്ല പോത്തെ, അത് കുറച്ച് കുട്ടികൾക്കുള്ളതാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ ഇതേ ഇവിടെ സ്ട്രോബെറിയും ചോക്ലേറ്റും കൂടിയിട്ടുള്ള ആ ഒരു കോംബോ, എന്താ അതിന് പറയാമെന്ന് എനിക്കറിയില്ല. എനിക്കത് ട്രൈ ചെയ്യണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഇതുവരെ ഷോപ്പിൽ പോയി ട്രൈ ചെയ്തിട്ടില്ല, ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ അതിൻ്റെ പല വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. പിസ്ത ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ്, ബ്ലാക്ക് ചോക്ലേറ്റ്, അങ്ങനത്തെ എല്ലാ ചോക്ലേറ്റ്സും. പിന്നെ ക്വാണ്ടിറ്റിയിലാണെങ്കിൽ ലാർജ്, മീഡിയം, സ്മോൾ അങ്ങനെ ക്വാണ്ടിറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് എന്തായാലും ഇഷ്ടമായി, സാധനം ഇഷ്ടമായി തന്ന ആളെ എനിക്ക് ഇഷ്ടമായിട്ടോ. ayam ini selera. Next, phone, lip balm, lipstick, key, moisturizer, comb, perfume. അങ്ങനെ എൻ്റെ ഒരു കലാവാസനയ്ക്ക് ശേഷം വാട്ട് ഇൻ മൈ ബാഗ് ആയിരുന്നു ഇപ്പോൾ ഇവിടെ നടന്നത് കേട്ടോ. അതായത് ഞാനിപ്പോൾ അടുത്തായിട്ടാണ് ഇങ്ങനെ സൈഡ് ബാഗ് തൂക്കി തുടങ്ങിയത്. ഇവൻ ഈ പെർഫ്യൂം അടിക്കുന്നത് കണ്ടാൽ തോന്നും ഇത് ഞാൻ ഇവനെ കണ്ടുമുട്ടിയപ്പോൾ മുതൽ ഇങ്ങനെയാണ്, ഇവൻ കുളിക്കാറേ ഇല്ല, ഇങ്ങനെ പെർഫ്യൂം അടിച്ച് നടക്കുകയാണെന്ന്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, എൻ്റെ ഷെഫിക്കുമ്പോൾ കുളിക്കും, എന്നും കുളിക്കും. ആൻഡ് ഞങ്ങളിതാ തിരിച്ചു പോവുകയാണ് ഗൈസ്. വന്ന പുറത്തിലേ അല്ല, വരുമ്പോൾ ഭയങ്കര ആറ്റിറ്റ്യൂഡും ഭയങ്കര സ്റ്റൈലും കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിലും പോകുമ്പോൾ ബാസന്തി ആയിട്ടാണ് പോവുക. അതിപ്പോൾ ഞാൻ ഒരു പണിയെടുത്തില്ലെങ്കിലും ഞാൻ അങ്ങനെ ആയിരിക്കും. അങ്ങനെ പിന്നെ വീണ്ടും വിശപ്പ് ഞങ്ങളെ മാടി വിളിച്ചു. സ്റ്റേഷനിലിറങ്ങി നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ബൈറ്റേഴ്സ് ഷവർമ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ക്രോയിഡോണിൽ ഉണ്ടാകുമ്പോൾ പോകുന്നത് ബൈറ്റേഴ്സാണ്. ക്രോയിഡോണിൽ ഉണ്ടാകുമ്പോൾ എന്നല്ല, എനിക്ക് ലണ്ടനിൽ വെച്ച് കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബൈറ്റേഴ്സിലെ ഷവർമയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ ഫ്ലാറ്റിലേക്ക് എത്തി. അപ്പോൾ ഇതേ കുറച്ച് പാർസലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നെ ഏറ്റവും എന്താ പറയുക പുരളിത അതെന്തോ ആയിക്കോട്ടെ, ആ സാധനം ആക്കുന്നത് ഈ വരുന്ന പാർസലുകളാണ്. ഷീനെന്നാണ് കേട്ടോ നമ്മൾ ഈ പാർസലുകളൊക്കെ വന്നിട്ടുള്ളത്. നാട്ടിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള എൻ്റെ കസിൻ സിസ്റ്റേഴ്സിനും ഷെഫീഖാൻ്റെ കസിൻ സിസ്റ്റേഴ്സിനും പിന്നെ കുറച്ച് ആൻറ്റിമാർക്കൊക്കെയുള്ള ബാഗുകളാണ്. അതിൽ ഈ ഒരു വൈറ്റും പിന്നെ ഞാൻ മേലെ കാണിക്കാൻ പോകുന്ന ആ ഒരു ബ്രൗൺ സ്ട്രാപ്പുള്ള ബ്രൗൺ ബാഗ് അതും എൻ്റേതാണ്. ബാക്കിയെല്ലാം അവരുടെ ബാഗുകളാണ് കേട്ടോ. അത് മാത്രമല്ല ഈ രണ്ട് സൈഡിലിരിക്കുന്നതും നമുക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ് ബാഗുകളാണ്. അപ്പോൾ ഇന്നത്തെ പാർസൽ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി കാണാം.